പുരാവസ്തു മാഫിയയുടെ റോളുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഡി മണിയാണ്. ഡി മണിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അത് SIT-ക്കുള്ളിൽ നടക്കുകയായിരുന്നു. SIT അത് കേന്ദ്രീകരിച്ച് വ്യാപകമായ പരിശോധനകളൊക്കെ നടത്തുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ ചോദ്യം ചെയ്തയാൾ പക്ഷേ താനല്ല ഡി മണി എന്ന കാര്യം വ്യക്തമാക്കുന്നു. തനിക്ക് സ്വർണ്ണ ഇടപാടോ വജ്രവ്യാപാരമോ ഒന്നുമില്ല എന്നയാൾ പറയുന്നുണ്ട്. എന്താണ് അന്വേഷണ സംഘം ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ഡി മണിയെക്കുറിച്ച് വ്യക്തമായ വിവരവും വ്യക്തമായ നിഗമനത്തിലേക്കും എത്താതെ ഈ പുരാവസ്തു മാഫിയയുടെ റോളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത നിലയുണ്ട്. എങ്ങനെയാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങളെയും ഇപ്പോൾ ചോദ്യം ചെയ്ത ആളുടെ മൊഴിയെയും കാണേണ്ടത്? മനീഷ് മഹിബാൽ. നിലവിൽ പേരുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പം അല്ലെങ്കിൽ സങ്കീർണതകൾ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ SIT എത്തിയത് ഒരു തെറ്റായ വ്യക്തി, അതായത് ആള് മാറി ഒരു മണിയുടെ അടുത്തേക്ക് എത്തിയതല്ല എന്നാണ് നിലവിൽ SIT-യുടെ നിഗമനം. ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഈ വിദേശത്തുള്ള വ്യവസായി വെളിപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ അയാൾ മൊഴിയിലൂടെ വ്യക്തമാക്കിയിട്ടുള്ള ഇത്തരത്തിൽ ഉള്ള ഇടപാടുകൾ നടത്തുന്ന വിഗ്രഹക്കടത്തുമായി ബന്ധപ്പെട്ട മാഫിയയുടെ പ്രധാനപ്പെട്ട കണ്ണി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആള് ഈ ഡി മണി എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ചോദ്യം ചെയ്ത വ്യക്തി തന്നെയാണ് എന്നാണ് നിലവിൽ SIT സംശയിക്കുന്നത്. പൂർണ്ണമായ സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ ഇയാളെ വീണ്ടും ചോദ്യം ചെയ്തു. ഇതുകൊണ്ട് ഇയാളുടെ വാദങ്ങളൊക്കെ തന്നെ വിശ്വസിച്ചുകൊണ്ട് SIT നിലവിൽ ഡിണ്ടികളിൽ നിന്നും തിരികെ കേരളത്തിലേക്ക് മടങ്ങി പോരുകയല്ല. ഏറ്റവും അടുത്ത ദിവസം ഒന്നെങ്കിൽ കേരളത്തിലേക്കോ അല്ലെങ്കിൽ കേരളത്തിലെത്തി നേരിട്ടെത്തി ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ നോട്ടീസ് നൽകുക, അല്ലെങ്കിൽ അടുത്ത മണിക്കൂറുകളിലോ അടുത്ത ദിവസങ്ങളിലോ ഇയാളെ ചോദ്യം ചെയ്യും. ഈ പേരുമായി ബന്ധപ്പെട്ട കൺഫ്യൂഷനിൽ ഇയാൾ വ്യക്തമാക്കുന്നത് ബാലമുരുകൻ മറ്റൊരു വ്യക്തിയാണ്, അയാളുടെ ഫോൺ ഉപയോഗിച്ചതുകൊണ്ട് മാത്രമാണ്, അതുകൊണ്ട് തന്നെ ആൾ മാറി തങ്ങളുടെ പക്കലേക്ക് എത്തിയത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ തെളിവുകൾ, കാരണം ഈ വിദേശ വ്യവസായി വ്യക്തമാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശബരിമല സ്വർണ്ണ കൊള്ളയിൽ 4 പഞ്ചലോക വിഗ്രഹങ്ങൾ അടക്കമുള്ള വലിയ രീതിയിലുള്ള സ്വർണ്ണ കൊള്ള നടത്തിയപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഇടനില നിന്ന വ്യക്തികളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ മാത്രം പുറത്തു വന്നപ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു പുതിയ വെളിപ്പെടുത്തൽ വരുന്നത്. പക്ഷേ അങ്ങനെയുള്ള കാര്യത്തിലേക്ക് SIT എത്തുമ്പോൾ നേരിട്ട് പ്രത്യക്ഷത്തിൽ ഇവരുടെ വീടുകളിലും ഒപ്പം തന്നെ ഇവരെ ചോദ്യം ചെയ്തപ്പോൾ പ്രത്യക്ഷത്തിലുള്ള തെളിവുകൾ ലഭിച്ചിട്ടില്ലെങ്കിൽ കൂടി ഇവർ പ്രതികളാണ്, ഇവർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകാം എന്നതിൻ്റെ സൂചനകളടക്കമുള്ള രേഖകൾ നിലവിൽ SIT-യുടെ പക്കലുണ്ട് എന്ന് തന്നെയാണ് നിലവിൽ SIT-യുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ SIT വരുന്ന ദിവസങ്ങളിൽ നടത്തുന്ന ചോദ്യം ചെയ്യൽ ഒരു പക്ഷേ കസ്റ്റഡിയിലേക്കോ അറസ്റ്റിലേക്ക് അടക്കം കടക്കാം. നേരത്തെ നമുക്കറിയാം ഗോവർദ്ധൻ അല്ലെങ്കിൽ പങ്കജ് ഭണ്ഡാരി അടക്കമുള്ള ആളുകളെ ആദ്യം ചോദ്യം ചെയ്യുമ്പോൾ അടക്കം അവരെ അവർ കസ്റ്റഡി എടുക്കുകയോ അറസ്റ്റ് രേഖപ്പെടുത്തുകയോ അല്ല ചെയ്തത്. അവരെ 1 മാസം അല്ലെങ്കിൽ 2 മാസത്തോളം കഴിഞ്ഞ ശേഷമാണ് അവർ കൃത്യമായി അവർ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കൃത്യമായ സ്ഥിരീകരണത്തിന് ശേഷം ഉറപ്പിച്ച ശേഷമാണ് SIT അവരുടെ കസ്റ്റഡി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവർ നടത്തിയിട്ടുള്ള കുറ്റകൃത്യം, കാരണം ഇവർ മുൻകാല കേസുകളിൽ ഉൾപ്പെടെ പ്രതികളാണ്. ഇവർ നേരത്തെ തട്ടിപ്പ് കേസിൽ ഈ പറയുന്ന ഡി മണി അടക്കം അല്ലെങ്കിൽ ഇയാളുടെ കൂട്ടുകാരൻ, ഇയാളുടെ ഇടനിലക്കാരനായി നിൽക്കുന്ന ശ്രീകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ നേരത്തെ തട്ടിപ്പ് കേസുകൾ പ്രതികളാണ്. ഇവർ ഇവിടെ നടത്തിയിട്ടുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ നിന്നും ചില വിഗ്രഹങ്ങൾ കടത്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. ഇവരത് വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ട്. 1000 കോടി രൂപ വരെയുള്ള ഇടപാടുകൾ ഇവർ നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ആരോപണം. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള അന്വേഷണങ്ങളിലാണ് ഇപ്പോൾ ഈ പേര് സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പം ഇയാൾ വ്യക്തമാക്കുന്നത്. പക്ഷേ പേരിലല്ല പ്രശ്നം. ഏതെങ്കിലും കാര്യത്തിൽ പേരിൽ പ്രശ്നമുണ്ടെങ്കിൽ ഇയാളുടെ ID കാർഡോ ആധാരോ പരിശോധിച്ചാൽ ഇയാളുടെ കൃത്യമായ പേര് മനസ്സിലാക്കും. പക്ഷേ ഇയാൾ തന്നെയാണ് ഈ ഡി എന്ന പേരിൽ തന്നെയുള്ള സങ്കീർണതകൾ, അത് ഒരു ബിനാമി ഇടപാടുമായി ബന്ധപ്പെട്ട് ഡയമണ്ട് മണി എന്നും ഡിണ്ടികൾ മണി എന്നും ഇനി അതല്ല അത് ഡി കമ്പനി, അതൊരു അധോലോകത്തിൻ്റെ പേരെന്ന രീതിയിലും ഒക്കെ മാറ്റി തീർത്തുകൊണ്ട് ബിനാമി ഇടപാടുകൾക്ക് വേണ്ടി ഇയാൾ പേര് മാറ്റി പറയുന്നതാണെന്നും MS മണി അല്ലെങ്കിൽ M സുബ്രഹ്മണ്യൻ മണി എന്നതാണ് യഥാർത്ഥ പേരെന്നും പറയുന്നതല്ല വിഷയം. യഥാർത്ഥ വ്യക്തി ഇയാൾ തന്നെയാണ്. ഇനി അതല്ല ബാലമുരുകനും ഇയാൾ 2 വ്യക്തികളല്ല എന്ന് തന്നെയാണ് അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നത്. ഏറ്റവും അടുത്ത മണിക്കൂറുകളിൽ ഇവരെ ചോദ്യം ചെയ്യുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൈവശമുള്ള രേഖകളുമായി ബന്ധപ്പെട്ട് താരതമ്യം ചെയ്യുമ്പോൾ മറ്റ് രേഖകളെ ഇവരോട് ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് 2019-ലും 2020-ലും ഈ പറയുന്ന ശ്രീകൃഷ്ണനും ഈ പറയുന്ന M മണി നടത്തിയിട്ടുള്ള ഡി മണി നടത്തിയിട്ടുള്ള ഇടപാടുകളെ സംബന്ധിച്ചുള്ള രേഖകൾ ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അന്ന് അവർ കേരളത്തിൽ എത്തിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ബാങ്ക് ഇടപാടുകളോ അല്ലെങ്കിൽ ഫോൺ രേഖകളോ അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ കേസിൽ ഇവർ കസ്റ്റഡിയിലായേക്കാം. ആദ്യഘട്ടത്തിൽ നമുക്കറിയാം പങ്കജ് ഭണ്ഡാരിയും ഒപ്പം തന്നെ ഗോവർദ്ധനം നിരത്തിയ വാദഗതികൾ ഇത് തന്നെയായിരുന്നു. കാരണം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ ചോദ്യം ചെയ്ത ആളുടെ മൊഴി പൂർണ്ണമായി അന്വേഷണ സംഘം വിശ്വാസത്തിലെടുക്കുന്നില്ല. തുടർന്ന് കേരളത്തിലേക്ക് വിളിച്ച് ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ കൂടുതൽ വിവരശേഖരണത്തിന്റെ ഭാഗമായുള്ള നടപടികളോ അന്വേഷണ സംഘം ഏത് തരത്തിലാണ് ആലോചിക്കുന്നത്? രമേശ് ചെന്നിത്തല സൂചിപ്പിച്ച വ്യവസായിയിൽ നിന്നാണ് ഈ ഡി മണിയെ കേന്ദ്രീകരിച്ചൊക്കെ അന്വേഷണം സജീവമായി മുന്നോട്ട് നീങ്ങുന്നത് എന്ന് നമുക്കറിയാം. ആ വ്യവസായിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്ന നടപടിയിലേക്കോ മറ്റോ അന്വേഷണ സംഘം കടക്കാൻ ആലോചിക്കുന്നുണ്ടോ? ഇനിയുള്ള മൂവ് എങ്ങനെയാണ് SIT-യുടെ ഭാഗത്തുനിന്ന്? മനീഷ് മഹിബാൽ.
മനീഷ് മഹിപാൽ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. താൻ ഡി മണിയല്ല എം സുബ്രമണിയാണ് എന്നാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദിണ്ടിഗലിൽ SIT ചോദ്യം ചെയ്തയാൾ പറയുന്നത്. പക്ഷേ ഈ മൊഴി അന്വേഷണ സംഘം വിശ്വാസത്തിലെടുക്കുന്നില്ല. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി അയാളെ കേരളത്തിലേക്ക് വിളിപ്പിക്കും എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. താൻ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്നയാളാണ്, സ്വർണം വജ്രം ബിസിനസ് തനിക്കില്ല എന്നൊക്കെയാണ് ഈ വ്യവസായി പറയുന്നത്. തന്റെ നമ്പർ ബാലമുരുകൻ എന്നയാളാണ് ഉപയോഗിക്കുന്നത്. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തനിക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നാണ് ഇയാളുടെ മൊഴി. മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഒപ്പം തന്നെ മനീഷ് മഹിപാൽ തിരുവനന്തപുരത്തു നിന്നും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.